പ്രസ് സ്റ്റോപ്പുമായി പതിവ് പോലെ ശ്രീജിത്ത് ബാലകൃഷ്ണനാണെന്നും ചേരുന്നത്. ശ്രീജിത്ത്, ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഇന്നലെ കണ്ട വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങൾ, പുതിയ വാർത്തകൾ ഒക്കെ എന്തെല്ലാമാണ്? ഹർഷൻ, എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ? എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ? ഭീകര സംഘടനകളെ ഇന്ത്യൻ സൈന്യം തകർത്തത് എങ്ങനെ? പാകിസ്ഥാനെ ഇന്ത്യ വരച്ച വലയിൽ നിർത്തിയത് എങ്ങനെ? ഈ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി വീണ്ടും രാജ്യത്തോട് വിശദീകരിച്ചാണ് ഇന്നും പത്രങ്ങളിലെ പ്രധാന വാർത്ത. അതിനൊപ്പം ഈ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച മധ്യസ്ഥ ചർച്ച നടന്നു വന്ന വാദം, അമേരിക്കൻ വാദം തള്ളിയതുമൊക്കെ പ്രധാന വാർത്തയാക്കിയിട്ടുണ്ട്. പല പത്രങ്ങളും പല രൂപത്തിലാണ് ഇതിനെ പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ തന്നെ ഒന്ന് പോയി വരാം. ആദ്യം മാതൃഭൂമിയും മനോരമയും തന്നെ നമുക്ക് ആദ്യം കൈകാര്യം ചെയ്ത് പോകാം. ഭീകരവാദം തുടർന്നാൽ പാകിസ്ഥാൻ്റെ സർവനാശമെന്നാണ് മോദി പറഞ്ഞതായിട്ട്. അതായത് അത് വലിയ ചിത്രത്തോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെ പഞ്ചാബിലെ ആദംപൂരിലെ എയർബേസ് ക്യാമ്പിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു. അത് മിന്നൽ സന്ദർശനമായിരുന്നു. അതിനെ വലിയ ആഘോഷപൂർവ്വം മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും, ഈ മൂന്ന് പത്രങ്ങളാണ് ഒന്നാം പേജിൽ വലിയ രൂപത്തിൽ വലിയ ആഘോഷത്തോടെ അത് വാർത്തയാക്കിയിട്ടുള്ളത്. വലിയ വാർത്ത തന്നെയാണ് പ്രധാനമന്ത്രി ഇന്നലെ എത്തിയത്. കാരണം ആ എയർബേസ് ക്യാമ്പിനെ കുറിച്ച് നമുക്കറിയാം, പാകിസ്ഥാൻ ആക്രമണം നടത്താൻ തുനിഞ്ഞ എയർബേസ് ക്യാമ്പാണ്. അവിടെ അദ്ദേഹം വലിയൊരു പ്രസംഗവും നടത്തി. അതിനെക്കുറിച്ചാണ് ഈ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. ആദംപൂർ വ്യോമത്താവളത്തിൽ മോദി പറഞ്ഞത്, ഭീകരത തുടർന്നാൽ നിങ്ങളെ നശിപ്പിക്കും, ഇങ്ങോട്ട് ആക്രമിച്ചാൽ ശത്രുവിനെ തരിപ്പണമാക്കും. അങ്ങനെ അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം മാതൃഭൂമിയും മനോരമയും കേരള കൗമുദി ഒരു പടി കൂടി കടന്ന് കുറച്ചും കൂടി വിശാലമായിട്ടാണ് അതിനെ കാണുന്നത്. സിന്ദൂർ ഇന്ത്യ വരച്ച ലക്ഷ്മണ രേഖ, അതായത് മോദിയുടെ മിന്നൽ സന്ദർശനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണത്. അങ്ങനെ സൈനികർക്കിടയിലേക്ക് ഭാരത് മാതാ കി ജയ് മുഴക്കി പ്രധാനമന്ത്രി മോദി വന്നു. അങ്ങനെ വലിയ വിശദമായി ഈ മൂന്ന് പത്രങ്ങളും ഈ വാർത്തയെ, അല്ലെങ്കിൽ മോദി ആദംപൂരിലെത്തിയതാണ് പ്രധാനപ്പെട്ട വലിയ വാർത്തയാക്കി നൽകിയിട്ടുള്ളത്. എന്നാൽ നേരെ മറിച്ച് അതോടൊപ്പം തന്നെ മനോരമ അതേ ഒന്നാം പേജിൽ തന്നെ 3 ഭീകരരെ വധിച്ചു എന്നുകൂടി വാർത്തയാക്കിയിട്ടുണ്ട്, വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. നേരെ മറിച്ച് അതോടൊപ്പം തന്നെ ട്രംപിനെ തള്ളി എന്നത് മാതൃഭൂമിയും വാർത്തയാക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ആദംപൂരിൽ മോദി എത്തിയതും ആ സന്ദർശനത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യവും അതിനെക്കുറിച്ചാണ് പോകുന്നത്. മറ്റ് പത്രങ്ങളിലേക്ക് പോയാൽ, അതായത് കേരള കൗമുദി ഒരു പേജ് കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ പാക് അധിനിവേശ കശ്മീർ വിട്ടുകിട്ടണമെന്ന ഇന്ത്യയുടെ നിലപാട് അത് പ്രധാന വാർത്തയാക്കിയിട്ടുണ്ട്. ഞാൻ മറ്റു പത്രങ്ങളിലേക്ക് പോകാം. മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ ഈ മോദി എത്തിയതിനെക്കുറിച്ച് വലിയ ആഘോഷപൂർവ്വം നൽകിയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് തന്നെ നമുക്ക് ചർച്ച ചെയ്ത് പോകണമെന്നുള്ളത്. ട്രംപിനെ തള്ളി ഇന്ത്യ എന്നതാണ് ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. മോദി എത്തിയത് ചെറിയ വാർത്തയാക്കി ചെറിയ ചിത്രവും കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് മനോരമയും മാതൃഭൂമിയും കേരള കൗമുദി അത് വലിയ ചിത്രത്തോടുകൂടി ഒന്നാം പേജ് വലിയ ആഘോഷമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷോപ്പിയാനിൽ ഏറ്റുമുട്ടലും, ഇത് ട്രംപിനെ തള്ളി ഇന്ത്യ എന്നുള്ളതാണ് ഒരുപക്ഷെ വലിയ വാർത്തയായി മാധ്യമം നൽകുന്നത്. വീക്ഷണത്തിലേക്ക് പോയാൽ, വീക്ഷണം അമേരിക്ക അങ്ങനെ ആളാകേണ്ട എന്ന രൂപത്തിലാണ്. അതായത് അവിടെയും ട്രംപിനെ തള്ളുന്നു, അല്ലെങ്കിൽ അമേരിക്ക ആളാകേണ്ട എന്ന ഇന്ത്യയുടെ ഇടപെടൽ. അതായത് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനത്തെയാണ് വീക്ഷണം പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത്. സിറാജ് ആ രൂപത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം. ട്രംപിനെ തള്ളി ഇന്ത്യ, കശ്മീർ പ്രശ്നത്തിൽ വ്യാപാരം വിഷയമായില്ല എന്നുകൂടി പറയുന്നു. ചന്ദ്രയ്ക്ക് ഒരു പക്ഷേ വെടിനിർത്തൽ തീരുമാനം ഭീഷണിക്ക് വഴങ്ങിയോ എന്ന സംശയമാണുള്ളത്. പക്ഷേ സുപ്രഭാതത്തിലേക്ക് പോയാൽ, സുപ്രഭാതം ഇത് മോദി എത്തിയത് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ തകർത്ത ആദംപൂർ വ്യോമത്താവളം സന്ദർശിച്ച് പ്രധാനമന്ത്രി എന്ന് സുപ്രഭാതം പറയുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നയതന്ത്രം, അതായത് നയതന്ത്രം സൗദിയും അമേരിക്കയും തമ്മിലാണ്. ആ സൗദിയും അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ ആയുധ വ്യാപാര കരാറിനെ കുറിച്ചാണ്. ആ കരാറിൽ ഇസ്രായേലിന് അതിർത്തി ഉണ്ടെന്നുള്ളതാണ് അവരുടെ ഒന്നാം പേജ് വാർത്ത. നേരെ മറിച്ച് ദേശാഭിമാനിയിലേക്ക് പോയാൽ, ദേശാഭിമാനി ഒന്നാം പേജിൽ പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത് മോദി ഒരു പ്രധാനപ്പെട്ട വാർത്തയല്ല, മോദി ആദംപൂരിൽ എത്തിയതും വാർത്തയല്ല, പക്ഷേ ഹൈക്കമാൻഡിനെ ബഹിഷ്കരിച്ചത് കോൺഗ്രസിൻ്റെ പുനഃസംഘടന വൈകുന്നു എന്ന രൂപത്തിലുള്ള വലിയ വാർത്തയാണ്. നമുക്ക് അതിലേക്ക് പോകാം. അങ്ങനെ അതായത് ദേശാഭിമാനി പക്ഷേ ആ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇത് ആദംപൂരിലെത്തിയത് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ അവിടെ പറയുന്നത് വ്യാപാരം, US-മായി ചർച്ച നടന്നിട്ടുണ്ട്, പക്ഷേ വ്യാപാരം വിഷയമായില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണമായി, അതായത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണമാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരുപക്ഷേ മാതൃഭൂമിയും മനോരമയും കേരളവും കൗമുദി ഒഴികെയുള്ള ബാക്കി എല്ലാ പത്രങ്ങളും ഈ ട്രംപിനെ ഇന്ത്യ തള്ളി എന്നുള്ളതാണ് വലിയ വാർത്തയാക്കിയിട്ടുള്ളത്, പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത്. ഇവരെല്ലാവരും ഈ രൂപത്തിൽ ഭീകരത തുടർന്നാൽ നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ വലിയ ആദംപൂരിലെ വലിയ സന്ദർശനമാണ് വലിയ വാർത്തയാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് പത്രങ്ങൾ ഇതിനെ കണ്ടിട്ടുള്ളത്. ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം പ്രധാനമായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹിന്ദു ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യ റീഅസേർട്സ് സ്റ്റാൻഡ് ഓൺ കാശ്മീർ ആഫ്റ്റർ US ക്ലെയിംസ്. അമേരിക്ക ഈ നിലപാട് തുടരുമ്പോഴും ഇന്ത്യ നമ്മുടെ കശ്മീർ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് ഹിന്ദുവും മറ്റു പത്രങ്ങളും എക്സ്പ്രസും ഒക്കെ അതേ നിലപാട് തന്നെയാണ് തുടരുന്നത്. എന്തായാലും ഇതാണ് പത്രങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ ആദംപൂർ സന്ദർശനവും അമേരിക്കൻ വാദം തള്ളിയതുമായി ബന്ധപ്പെട്ട് രണ്ട് രൂപത്തിലെ വാർത്തയെ കാണുന്നത്, വാർത്തയെ വിശദീകരിക്കുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ ഈ മുഖപ്രസംഗം എങ്ങനെയെന്ന് നോക്കാം. അതായത് അതിലാദ്യം മാതൃഭൂമിയുടെ മുഖപ്രസംഗമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അത് 8-ാം പേജിൽ സധീരം ഇന്ത്യ എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ഈ മാസം
ഇന്ത്യ എടുത്ത നടപടികൾ, ഇന്ത്യയുടെ നിലപാട്, അതായത് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളുടെ മറ്റൊരു ആവർത്തനമാണ് മാതൃഭൂമി എഡിറ്റോറിയലായി അല്ലെങ്കിൽ മുഖപ്രസംഗമായി നൽകിയിട്ടുള്ളത്. നേരെ മറിച്ച് ദേശാഭിമാനി പത്രത്തിലേക്ക് പോയാൽ, കാരണം മനോരമയിലേക്ക് ഞാൻ പോകാത്തത്, മനോരമ ഇത്തവണ മഴ വരുന്നു, മഴ ഒരുക്കങ്ങൾക്ക് നേരത്തെ മുൻകൂട്ടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് മനോരമയുടെ എഡിറ്റോറിയൽ. മഴക്കാലം വരുന്നു, അപ്പോൾ സ്വാഭാവികമായും രോഗങ്ങൾ പിന്നാലെ എത്തും, ആ രൂപത്തിൽ ഒരു എഡിറ്റോറിയലാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ വിശദമായി പോകാത്തത്. ഈ അമേരിക്കൻ വാർത്തയിൽ അല്ലെങ്കിൽ മോദി എത്തിയത് തന്നെ നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ പെഹൽഗാം തന്നെ നിൽക്കുന്നതുകൊണ്ട് ഇതിലേക്ക് പോകാം. ദേശാഭിമാനി കുറച്ചും കൂടി ഒരു എതിർ ഭാഗത്താണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ മോദിയുടെ പ്രസംഗം മൗനം ഒളിപ്പിച്ച വാചാലത. അതായത് ഈ പാക് ഉഭയകക്ഷി തർക്കങ്ങളിൽ മൂന്നാം രാജ്യത്തിന് ഇടപെടൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന ഇന്ത്യയുടെ നിലപാട്, സുവ്യക്തവും സുചിന്തവുമായ നിലപാട് പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടേണ്ടതായിരുന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. പ്രധാനമന്ത്രി പ്രസംഗത്തിൽ എവിടെയും അത് പറഞ്ഞില്ല. പകരം വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ഒക്കെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നാണ് ദേശാഭിമാനി വളരെ വലുതായി ആവർത്തിക്കുന്നത്. മറ്റു പത്രങ്ങൾ, കേരളകൗമുദി, മാധ്യമവും ഒക്കെ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത് ഇതേ വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ രണ്ട് ഭാഗത്തായി നിൽക്കുന്നു എന്നുള്ളതാണ്. പത്രങ്ങൾ രണ്ട് ഭാഗത്തായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു കാര്യത്തിൽ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളെല്ലാം ഇന്ത്യൻ നിലപാടിനൊപ്പം ഇന്ത്യ ഭീകരതയ്ക്കെതിരെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു മറുവശം കൂടി കാണാൻ പത്രങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട്. ഈ കാര്യത്തിൽ ഈ പെഹൽഗാമിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ഒക്കെ പത്രങ്ങൾ രണ്ട് ഭാഗത്തേക്ക് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഇനി ഈ ആഗോള ഭീകരതയും പ്രധാനമന്ത്രിയുടെ പ്രസംഗവും ഒക്കെ നിൽക്കുമ്പോൾ നമ്മുടെ പത്രങ്ങൾ മറന്നുപോയ ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ വേഗം ഓടിപ്പോയിട്ട് തിരിച്ചു വരുന്നത്. ഇന്നലെ നമുക്കറിയാം RSSൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ, അത് മാധ്യമത്തിൻ്റെ 5-ാം പേജിലാണ് ആ വാർത്ത വിശദമായുള്ളത്, അത് ഞാൻ എടുത്തു പറയേണ്ടതുണ്ട്. വേടനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം വേടൻ മലയാളിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ കൊല്ലത്ത് RSS നേതാവിൻ്റെ ഒരു പ്രസംഗം ഞാൻ വായിക്കാം. ഗായകൻ വേടൻ്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു. ഇവിടെ ഭീകരവാദത്തിനെതിരെ പോരാട്ടം നടക്കുമ്പോൾ കേരളത്തിലെ ഒരു ഗായകനെക്കുറിച്ച് ആണ് ഒരു കേസിൽ പ്രതിയായി എന്നതിൻ്റെ പേരിൽ അദ്ദേഹം വേടൻ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുവെന്ന് RSSൻ്റെ നേതാവും കേസരി വാരികയുടെ മുഖ്യപത്രാധിപരുമായ ഡോക്ടർ NR മധു അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. പ്രസംഗം വളരെ വിശദമായിട്ടുണ്ട്. വേടനെ മാത്രമല്ല, അദ്ദേഹം ഷവർമയും വെറുതെ വിടുന്നില്ല. ഷവർമയിലും ചെറിയ പരാമർശവും ഒക്കെ നടത്തുന്നുണ്ട്. ഞാനത് വായിക്കുന്നില്ല, കാരണം പത്രത്തിലുണ്ട് വിശദമായിട്ട്. ഷവർമയും വളരെ മോശമായി തന്നെ, അത് ഷവർമ എന്നാണ്, ഷായല്ല ഷായായിട്ടാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. അത് മാധ്യമം 5-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി 8-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ആ വാർത്ത വളരെ വിശദമായി നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേശാഭിമാനിയും വേഗത്തിലൊന്ന് എടുത്തു പോകാം. വേടനെ ഭീകരവാദിയാക്കി RSS നേതാവ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭീകരവാദം എന്നുള്ള പേര് തന്നെ എവിടെയാണ് പ്രസക്തം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണ് അത് കലാഭാസങ്ങൾ നാലമ്പലങ്ങളിൽ നടന്നു വരുന്നത് ചെറുക്കണമെന്നും അദ്ദേഹം പറയുന്നു. അത് വലിയ ആഹ്വാനമാണ്, അത് വളരെ ശ്രദ്ധേയമാണ്. ദേശാഭിമാനിയും ആ വാർത്ത നൽകിയിട്ടുണ്ട്. അങ്ങനെ അതായത് അത് മറ്റു പത്രങ്ങൾ, ഞാനിത് പറയാൻ കാര്യം മാതൃഭൂമി, മനോരമയും ഈ പറഞ്ഞ കേരളകൗമുദിയും ഒരു പത്രവും അതിലേക്ക് പോയിട്ടേ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. അത് ഇന്നലെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അത് മാത്രമല്ല, മറ്റൊന്ന് കോവിഡിനെ സംബന്ധിച്ചാണ്. കോവിഡ് നമുക്കറിയാം, കോവിഡുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വന്നു. കേരളത്തിൻ്റെ നിലപാടെന്താണ്, കേരളം എങ്ങനെയായിരുന്നു ഈ കാലം വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത് എന്ന് വളരെ വിശദമായി നമുക്കറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടും പത്രങ്ങൾ, കഴിഞ്ഞ ദിവസം മനോരമയാണ് 1-ാം പേജിൽ വാർത്ത നൽകിയത്. പിന്നീട് കേരളത്തിൻ്റെ നിലപാട് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ പത്രങ്ങൾ എല്ലാവരും അതിനെ തമസ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദേശാഭിമാനി തന്നെ വീണ്ടും അത് വാർത്തയാക്കിയിട്ടുണ്ട്. അന്ന് അധികമൊന്ന് നിലവിളി, ഇപ്പോൾ മറച്ചു വെച്ചു എന്ന ആക്ഷേപം. അതായത് കേരളം എടുത്ത നിലപാട് എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് ശരിയായത് എന്നൊക്കെ വളരെ വിശദമായി ദേശാഭിമാനി പറയുന്നുണ്ട്. കോവിഡ് മരണം രാജ്യത്ത് ഏറ്റവും കൃത്യതയോടെ കണക്കാക്കിയ സംസ്ഥാനമാണ് കേരളം. ആ കണക്കാണ് ഇപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ ദിവസം മനോരമ 1-ാം പേജിൽ വാർത്തയാക്കി. ശരിയാണെന്ന് തെളിഞ്ഞപ്പോൾ സ്വാഭാവികമായും പത്രങ്ങൾ അതിന് പിൻവാങ്ങിയെന്നാണ് ദേശാഭിമാനി പറയുന്നത്. എന്തായാലും ദേശാഭിമാനി 5-ാം പേജിൽ വളരെ വിശദമായ ആ വാർത്ത നൽകിയിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട കണക്കുകൾ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഇന്നലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഒരു അഭിഭാഷകയെ, നമുക്കറിയാം തിരുവനന്തപുരത്തൊരു അഭിഭാഷകയെ പ്രവർത്തകൻ അല്ലെങ്കിൽ സീനിയർ എന്ന് വിശേഷിപ്പിക്കുന്നയാൾ മുഖമടിച്ച് തകർത്ത ദൃശ്യങ്ങൾ. അത് കേരളകൗമുദിയാണ് ആ വാർത്ത ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു പത്രം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് കൊണ്ട് അത് വളരെ നന്നായി 1-ാം പേജിൽ തന്നെ ഒരു 1-ാം പേജ് അതിനായിട്ട് എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ വാർത്തയൊക്കെ നിൽക്കുമ്പോഴാണ് 1-ാം പേജ് സ്പെഷ്യൽ 1-ാം പേജ് അതിനായിട്ട് എടുത്തു. അത് വളരെ നന്നായിട്ട് ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. ക്രൂരത യുവ അഭിഭാഷകയോട് സീനിയർ അഭിഭാഷകൻ അയാൾ ഒളിവിൽ പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ്. മുഖത്ത് തുരുതുരാ മർദ്ദനം, വളരെ വിശദമായി വലുതായി ആ വാർത്ത നൽകിയിട്ടുണ്ട്. മാതൃഭൂമി, മനോരമയൊക്കെ 1-ാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ സീനിയറിന് കൊടുമർദ്ദനമെന്ന് മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ ഫോട്ടോയും ഉണ്ട്. പക്ഷേ നന്നായി ആ വാർത്ത നൽകിയിട്ടുണ്ട്. ആ വാർത്തയ്ക്കായിട്ടൊരു പേജ് തന്നെ ഒരു മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വാർത്ത ഞാൻ എടുത്തു പറയുന്നത്. പക്ഷേ അത് വലിയ വാർത്തയുമാണ്. അങ്ങനെയാണ് ആ കാര്യം. മറ്റൊന്ന് മാതൃഭൂമിയിൽ മാത്രമുള്ളൊരു വാർത്തയാണ്. നമുക്കറിയാം ഷെറിൻ
കാർണൂർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഷെറിൻ ഇപ്പോൾ ജയിലിലാണ്. അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ശിക്ഷാ ഇളവിന് മാർഗ്ഗങ്ങളൊക്കെ തേടി ഏതാണ്ട് ശിക്ഷാ ഇളവ് അനുവദിച്ചതുമാണ്. പക്ഷേ സർക്കാരിനെ തിരുത്താൻ പോവുകയാണ് ഗവർണർ. തടവുകാരുടെ ശിക്ഷാ ഇളവിന് ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ ഗവർണർ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ആർക്കും ഇപ്പോൾ തടവിലുള്ള ആർക്കും എളുപ്പത്തിൽ പുറത്തു പോകാൻ കഴിയില്ല എന്ന് ഗവർണർ തീരുമാനിക്കാൻ പോകുന്നു. മന്ത്രിസഭ ശുപാർശ ചെയ്തുകൊണ്ട് മാത്രം ശിക്ഷാ ഇളവ് ലഭ്യമാകില്ല എന്നുള്ള വാർത്തയാണ്. മാതൃഭൂമിക്ക് മാത്രമാണുള്ളത്. മാതൃഭൂമി 1-ാം പേജിൽ ഈ തിരക്കിനിടയിലും 1-ാം പേജിൽ ആ വാർത്ത നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഷെറിൻ ഉൾപ്പെടെയുള്ള ഫയലുകൾ തിരിച്ചയച്ചു. അത് ഷെറിൻ മാത്രമല്ല, നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ അടക്കമുള്ള കേസിലെ പ്രതികളുടെയൊക്കെ ശിക്ഷാ ഇളവൊക്കെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഈ ഗവർണറുടെ ഇടപെടൽ വലിയ വാർത്ത തന്നെയാണ്. അത് പക്ഷേ ഒരുപക്ഷെ പ്രധാന വാർത്തയായി മാറേണ്ടതായിരുന്നു. ഈ പ്രധാനമന്ത്രിയുടെ വാർത്തയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ മുങ്ങിപ്പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് വേഗം ഈ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾക്കറിയാം വനവുമായി ബന്ധപ്പെട്ട് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം, അതിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അതിൽ ഈ നഷ്ടപരിഹാരം ചോദിച്ച് സാധാരണക്കാരൻ ഇപ്പോൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആനയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യൻ ഓരോ സർക്കാർ ഓഫീസിലും കയറി ഇറങ്ങുന്നു. അതുകൊണ്ട് അതിൽ സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. നഷ്ടപരിഹാരം തീരുമാനിക്കാം. നഷ്ടപരിഹാരം എങ്ങനെയാണ് എന്ന് വളരെ വിശദമായി പറയുന്നുണ്ട്. മാതൃഭൂമി അത് 1-ാം പേജിൽ വാർത്തയാക്കിയിട്ടുണ്ട്. ദേശാഭിമാനിയും അത് 1-ാം പേജിൽ വാർത്തയാക്കിയിട്ടുണ്ട്. വനത്തിനുള്ളിലെ മരണത്തിനും 10 ലക്ഷം സഹായം. അങ്ങനെയാണ്. പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവ കടിച്ചു മരിച്ചാലും 4 ലക്ഷം രൂപ. ക്ഷുദ്രജീവികളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനത്തിന് 1 ലക്ഷം. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ വലിയൊരു ആവശ്യമാണ് സർക്കാർ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ വാർത്തയാണ്. അത് ദേശാഭിമാനിയും മാതൃഭൂമി 1-ാം പേജിൽ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. മനോരമ ഉൾപേജിലുണ്ട്, മറ്റ് പത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും വളരെ വിശദമായി നൽകിയിട്ടുള്ളത് ദേശാഭിമാനിയും മാതൃഭൂമിയാണ്. അത് 1-ാം പേജിൽ കാണുമ്പോൾ ആളുകൾക്ക് വലിയ ആശ്വാസം ഉണ്ടാകും. പിന്നീട് ഈ കോഴി, താറാവ്, ആട്, പന്നി, പശുവിനൊക്കെ എങ്ങനെയാണ് അതിനെയൊക്കെ കൊന്നാലുള്ള നഷ്ടപരിഹാരം കൂടി വിശദമായി നൽകുന്നുണ്ട്. എന്തായാലും ഈ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഈ അമേരിക്കൻ അല്ലെങ്കിൽ മോദിയുടെ പ്രസംഗത്തിൽ മുങ്ങിപ്പോയതൊഴിച്ചാൽ ബാക്കി പത്രങ്ങളൊക്കെ നന്നായി നൽകിയിട്ടുണ്ട്. എനിക്കുള്ള വിയോജിപ്പ് പത്രങ്ങളോട് വേടനയും കോവിഡും മറന്നുപോയതാണ്. ഹർഷൻ. റൈറ്റ്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിശദമായി തന്നെ പത്രവാർത്തകൾ വിലയിരുത്തിയത്.